ഹലോ ഗായ്സ്, മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മൈൻക്രാഫ്റ്റിൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസായ ബിഗിനിങ് വിത്ത് സുധി എന്ന സീരീസിലേക്കാണ്. സോ എൻ്റെ ബാക്കിൽ കണ്ടാൽ അറിയാം, നമ്മൾ സുധി ഉണ്ടാക്കിയ ആ ക്രോപ്പ് ഫാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെക്കോർഡ് ചെയ്തായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. സോ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ആക്കണ്ട, നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ അപ്പോൾ ഇതുവരെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുണ്ടാക്കിയ ക്രോപ്പ് ഫാം കാണിച്ചു തരാം. സോ ഇപ്പോൾ നിലവിലിവിടെ ക്യാരറ്റും അതുപോലെ തന്നെ ഇപ്പുറത്ത് വീറ്റും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ബീട്രൂട്ടും പൊട്ടാറ്റോയും നടാനുണ്ട്. സോ അതുപോലെ തന്നെ അതവിടെ സെൻറ്ററിലൊരു സ്ക്രേക്രോവിൻ്റെ മാതിരിയുള്ള ഇതുണ്ടാക്കിയിട്ടുണ്ട്. ശ്രുതി ഇവിടെ ആദ്യം ഒരു സ്റ്റോറേജിൻ്റെ അതാണ് ഉണ്ടാക്കിയത്. സോ പിന്നീട് അത് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇതുണ്ടാക്കാൻ നിന്നിട്ടില്ല. പിന്നെ അതുപോലെ ഇവിടെ ഇനി ചെയ്യാനുള്ളത് ഇവിടെ സെൻട്രൽ, ഈ 4 ഫാമിൻ്റെയും സെൻട്രൽ ഹണീൻ്റെ തേനീച്ചനെ കൊണ്ടുവരാൻ ആളാണ്. സോ എന്തായാലും നമുക്ക് തേനീച്ചനെ കിട്ടിയിട്ടില്ല, കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ അതുപോലെ പിന്നുള്ളത് ഇവിടെ ഒരു വിൻഡ് മില്ല് കെട്ടാന്നുള്ളതാണ്. സോ അതിനുള്ള റിസോഴ്സൊക്കെ ചെറുതായിട്ട് ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീടിൻ്റെ മുറ്റത്തായിട്ടുള്ള ഈ ഒരു കുളവും പിന്നെ അത് നേരെ ഒഴുകി ഇങ്ങോട്ട് പോകുന്നതിലുള്ള ഇവിടെ സെൻട്രലിലെ പാലും കെട്ടണം. സോ അതാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ഈ ഫാമിൻ്റെ സൈഡിലേക്കാണ്ട് ഇവിടെ ഒരു പംകിൻ ഫാമും മെലൺ ഫാമും കൂടി സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ എനിക്കറിയാം ഇവിടെ ശ്രുതി അത് കെട്ടിയതിന് ശേഷം പൊളിച്ചകാണ്ട് അത് ലാവ ഫാം കെട്ടിയിട്ടുണ്ടെന്ന്. പക്ഷെ നമുക്ക് ഇവിടെ അത് ഉപകാരപ്പെടുമെന്നറിയില്ല. കാരണം ഓൾറെഡി ഞാൻ ശ്രുതിൻ്റെ വീട്ടിൽ കയറിയപ്പോൾ നല്ല ലാഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി ഉണ്ടാക്കിയ എല്ലാം ഒന്നും ഞാൻ ഉണ്ടാക്കണില്ല. അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയത് നമുക്ക് തോന്നിയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. സോ മാത്രമല്ല ആ ലാവ ഫാം നമുക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളെ വേൾഡിൽ വലിയ പ്രൊജക്റ്റൊന്നും ചെയ്യുന്നില്ല. പിന്നെ ആകപ്പാട് ആവശ്യം അവിടെ ഉണ്ടാക്കുന്ന അയൺ ഫാമിലേക്കും മാത്രമേ അവിടുന്ന് ലാവ ആവശ്യമുള്ളൂ. സോ അത് നമുക്ക് നെതറിൽ നിന്നോ അല്ലെങ്കിൽ മൈൻ ചെയ്ത് പോകുമ്പോൾ കിട്ടുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ലാവ നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഈ വീടിൻ്റെ സൈഡിലേക്ക് നമ്മളൊരു സ്മെൽറ്റിംഗ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, സുതി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. സോ അത് ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ട ഫ്യൂവൽ ഇവിടുന്ന് ബാമ്പു നമുക്ക് കളക്ട് ചെയ്യും ചെയ്യാം. സോ അവിടെയും അപ്പോൾ ലാവ യൂസ് ചെയ്യണില്ല. സോ പിന്നെ യൂസ് ചെയ്യേണ്ടത് എവിടെയെന്ന് വെച്ചാൽ കോബിൾ സ്റ്റോൺ ജനറേറ്ററിന് വേണ്ടിയാണ് ശ്രുതി യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 2 എണ്ണത്തിനല്ലാതെ വേറെ ഈ വേൾഡിൽ യൂസ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ലാവ ഫാം അവിടെ ഉണ്ടാക്കാതെ അതിൻ്റെ ഭാഗത്ത് നമ്മൾ മെലൺ ഫാമും പംകിൻ ഫാമും ഉണ്ടാക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. കുളം ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് തന്നെ ഇവിടെയുള്ള ഈ കുഴികളൊക്കെ നമുക്കൊന്ന് മണ്ണിട്ട് കൊണ്ടൊന്ന് തൂർക്കാം. സോ ഇത് മുഴുവനായിട്ട് അടച്ചുകൊണ്ട് അതിന് ശേഷം നമുക്ക് ഒരു സർക്കിൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പൂണുണ്ടാക്കാം. സോ ആദ്യം ഇതൊക്കെ ഒന്ന് മുഴുവനായിട്ട് അടച്ചിട്ട് എനിക്ക് അപ്ഡേറ്റ് തരാം. സോ ഇതും കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ ഉണ്ടായിരുന്ന കുഴി നമ്മൾ ഫുള്ള് മൂടിയിട്ടുണ്ട്. സോ ഇനി ഇവിടെ ഒരു ചെറിയൊരു സർക്കിൾ കെട്ടണം. സോ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാൻ കുറച്ചൊന്ന് കുഴിച്ച് മാറ്റാം. ആദ്യം കുറച്ച് വലിയ സർക്കിൾ ഉണ്ടാക്കണമെന്നാണ് നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാം വലുതാ ചെറുതാ അത് സർക്കിളാവുമെന്നൊക്കെ ഉള്ളത്. എന്തായാലും ഞാനിവിടെയൊക്കെ ഒന്ന് സർക്കിൾ ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും അടുത്ത അപ്ഡേറ്റ് തരാം. ഓക്കെ, നമ്മളിവിടെ ഒരു ചെറിയ സർക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇനി ഇത് ഉള്ളിലേക്ക് കുഴിക്കണം. സോ ഇവിടുന്നെല്ലാം സൈഡിൽ നിന്നെല്ലാം
ഓരോരോ ബ്ലോക്ക് മാറ്റി മാറ്റി ഇതിൻ്റെ ഡെപ്ത് ഇങ്ങനെ കൂട്ടി വരണം. സോ എന്തായാലും ഇതൊക്കെ ഒന്ന് ഡെപ്ത് കൂട്ടി നല്ല രീതിയിലാക്കിയിട്ട് ഞങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. സോ ഫൈനലി നമ്മുടെ കുളം ഏറെക്കുറെയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലെ പണി ഇപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ സൈഡൊക്കെ മാറ്റി അവിടെയൊക്കെ സാൻഡ് വെക്കണം. സോ നമ്മുടെ കയ്യിലിപ്പോൾ കുറച്ചൊരു 47 സാൻഡ് ഉണ്ട്. ഇത് മതിയാവുമെന്ന് തോന്നാനില്ല, എന്തായാലും അപ്പുറത്തു നിന്നൊക്കെ നമുക്ക് എടുക്കാം. സോ ഇതുപോലെ സൈഡിലെ ഓരോ ബ്ലോക്ക് മാറ്റിക്കൊണ്ട് അവിടെ തന്നെ സാൻഡ് റീപ്ലേസ് ചെയ്യണം. സോ നമുക്കത് അടിയിൽ നിന്ന് തുടങ്ങാം. അടിയിലുള്ള 2 ബ്ലോക്ക് മാറ്റാം, 2 സാൻഡ് വെക്കുക. പിന്നെ അതിൻ്റെ സൈഡിലുള്ളത് ഇവിടെ സ്റ്റോണാണ്. ആ സ്റ്റോണ് മാറ്റിയിട്ട് അതിൻ്റെ താഴത്തെ സ്റ്റോൺ മാറ്റാം, സൈഡത്തൊക്കെ. എന്നിട്ട് അവിടെയൊക്കെ സാൻഡ് വെക്കുക. സോ ഇതിൻ്റെ ചുറ്റും ഞാൻ സാൻഡ് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. ഓക്കെ, ഫൈനലി നമ്മുടെ സാൻഡൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇനിയുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം നിറക്കുക എന്നുള്ളതാണ്. സോ അതിന് നമ്മുടെ വാട്ടർ ബക്കറ്റ് ഇവിടെ ഉണ്ടോ നോക്കട്ടെ. എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു, മറന്നതാണ്. സോ നമ്മുടെ തൊട്ടടുത്തുള്ള പോണ്ടിൽ നിന്ന് നമുക്ക് 2 ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് അത് മുഴുവനായിട്ട് നിറക്കണം. സോ ഇവിടുന്ന് 2 ബക്കറ്റ് വെള്ളം എടുക്കുക. നമ്മുടെ ഉണ്ടാക്കിയ കുളത്തൊക്കെ നിൽക്കാണ്ട് നമുക്ക് താഴത്തുനിന്ന് തുടങ്ങാം. ഇതൊന്ന് ഈ സൈഡിൽ വയ്ക്കാം. അപ്പോൾ ഒന്നും കൂടി വേണം, എന്നാലും അവിടെ ഒരു ഇൻഫിനിറ്റി പൂൾ നമുക്ക് ഇപ്പോൾ അതിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മാറി വെച്ചോളാം. സോ ഇതും കൂടിയും അതിൻ്റെ സൈഡിൽ വെച്ചാൽ ഇവിടെ തന്നെ ഇപ്പം തന്നെ ഒരു ഇൻഫിനിറ്റി പൂൾ ഉണ്ടായിക്കോളും. സോ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്യാം. പിന്നെ സെൻറ്ററിൽ നിന്ന് എടുത്തുകൊണ്ട് ഈ സൈഡിൽ വെക്കാം. പിന്നെ സെൻറ്ററിൽ നിന്ന് എടുത്തുകൊണ്ട് എൻ്റെ ഈ സൈഡിൽ വെക്കാം. സോ ഞാൻ എന്തായാലും മെയിനായിട്ട് കാണിക്കുന്നില്ല, ഇത് ഫുള്ള് നിറച്ചിട്ട് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും അപ്ഡേറ്റ് തരാം. സോ ഇവിടെ നിന്നൊരു ബക്കറ്റ് വെള്ളമെടുത്ത് ഇവിടെയും അതുപോലെ ഇവിടെ നിന്നൊരു ബക്കറ്റ് വെള്ളമെടുത്ത് ഇവിടെ കൂടി വെച്ചാൽ നമ്മുടെ കുളം ഫുള്ളായി തോന്നുന്നു. ഓക്കെ, ആ സൈഡും കൂടി ഉണ്ട്. ഇവിടെ കൂടി വെച്ചാൽ ഓക്കെ, നമ്മുടെ കുളം അങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. സോ ഇനി ഇവിടെ നിന്ന് നമ്മുടെ അപ്പുറത്തെ കുളത്തേക്ക് ഒരു ചാലുണ്ടാക്കണം. സോ അതിന് ഇവിടെ നിന്ന് ആദ്യം ഷവലെടുത്ത് നമുക്ക് ഒരു ബ്ലോക്ക് മാറ്റിക്കൊണ്ട് ആദ്യം അപ്പുറത്ത് പോവാം. അപ്പോൾ ഇവിടുന്ന് 2 ബ്ലോക്ക് മാറ്റാം, ഇവിടുന്ന് 2 ബ്ലോക്ക്. എന്നിട്ട് ഇവിടെ നേരെ കുറച്ച് ചെരിഞ്ഞുകൊണ്ട് നേരെ കൊണ്ട് പോവാം. ഇവിടുന്ന് ഒന്നും കൂടി നമുക്ക് ചെരിച്ചാൽ ഓക്കെ. ഇപ്പോൾ ആ പോണ്ടിന് നേരെ ആയി എന്ന് തോന്നുന്നു. ഓക്കെ, ഉണ്ടാക്കിയ പോണ്ടിന് നേരെ എത്തിയിട്ടുണ്ട്. അതുവരെ മാറ്റിയാൽ ഇവിടെ വെള്ളം ഒഴുകിക്കോളും, ഇവിടെ ഒഴുകണുള്ളൂ. സോ നമ്മളെന്താ ഇവിടെ നിന്ന് അത് ഒന്നും കൂടിയും ഹൈറ്റ് കുറക്കാം. അപ്പോൾ വെള്ളം നേരെ ഒഴുകിട്ട് താഴത്തേക്ക് വന്നോളും. ഓക്കെ, ഈ ബ്ലോക്ക് കൂടി എടുത്താൽ ഓക്കെ വെള്ളം വരുന്നുണ്ട്. സോ ഈ സൈഡിൽ വരുന്നില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ബ്ലോക്കും കൂടി മാറ്റി വരും തോന്നുന്നു. ഒന്നും കൂടി മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ വെള്ളം അങ്ങനെ ഓക്കെ താഴെ വരെ എത്തുന്നുണ്ട്. സോ ഇനിയുള്ള ഇതെന്താണെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ മേലെ ഒരു പാലം കെട്ടാനാണ്. അതിനു വേണ്ടി കുറച്ച് ക്യാമ്പ് ഫയർ ഉണ്ടാക്കട്ടെ, ആദ്യം ക്രാഫ്റ്റ് ചെയ്തേക്കാണ്ട് എന്തെങ്കിലും വരാം. ഓക്കെ, നമ്മൾ 10 ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതാദ്യം കയ്യിൽ പിടിക്കാം. എന്നിട്ട് ഈ 10 എണ്ണം ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം. സോ അതിൻ്റെ സെൻട്രലായിക്കൊണ്ട് നേരെ ഇവിടെ വരും. ഓക്കെ, ഇവിടെ ആദ്യം 2 ബ്ലോക്ക് വെച്ചുകൊണ്ട് നമുക്ക് റെഡിയാക്കാം. അതിനാദ്യം ഡേർട്ട് കയ്യിലെടുത്തിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ വെക്കാം. സോ അതുപോലെ തന്നെ ഈ ബ്ലോക്ക് നമുക്ക് പൊട്ടിച്ച് മാറ്റം ചെയ്യണം. സോ ഈ ബ്ലോക്ക് ശവലെടുത്ത് പൊട്ടിക്കാം. ഓക്കെ, ഇനി ഈ 2 ഇതിൽ നമുക്ക് എന്തൊക്കെ പാലം കിട്ടാം. ഒന്നിവിടെ ഒന്നിവിടെ. ഓക്കെ, പ്ലേസ് ആയി. ഓക്കെ, സോ ഇനി ഇതേമാതിരി 2 ഇവിടെ, 3-ാമത്തെ നേരെ ഇതിൻ്റെ അവിടെ. ഓക്കെ, 4-ാമത്തെ അപ്പുറത്ത് കിട്ടണം. സോ അതിന് നമുക്ക് അപ്പുറത്ത് ആദ്യം ചാടിപ്പോവാം. അപ്പോൾ ഓക്കെ, ഇപ്പം തന്നെ മതി. എന്നാലും ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് ഇതും കൂടി ഇവിടെ വെക്കാം.
മിസ്പ്ലേസ് ആയോ ഇതും പൊട്ടിച്ച് മാറ്റി ഒന്നുകൂടി ക്രാഫ്റ്റ് ചെയ്ത് കണ്ട് അവിടെ വെക്കാം. ഇത് പൊട്ടിച്ച് മാറ്റാൻ ആദ്യം പിക്കാസ് എടുത്തത് പൊട്ടിക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ തീ കണക്ക് കൊണ്ട് ഷവലെടുത്ത് കണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇതാ ഇത് തീ പോയിക്കോളും. ഇതിൻ്റെ തീയൊക്കെ ആദ്യം കെടുത്തി നമുക്ക് ഒരു ഇത് ക്യാമ്പ് ഫയർ കൊണ്ട് ക്രാഫ്റ്റ് ചെയ്ത് കണ്ട് അതവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇതും കൂടി വെച്ച് ഇതിൻ്റെ തീയും കെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പാലങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി ഇവിടെ മെലൺ ഫാമും പംകിൻ ഫാമും ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കാണണം. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നേരെ നമ്മുടെ ഫാമിലേക്ക് കുറച്ച് വഴി ഉണ്ടാക്കണം. കുറച്ച് സിമെട്രിക് ആയിക്കാണ്ട് കിട്ടാൻ വേണ്ടിയാണ്. സോ ഇവിടെ നേരെ വഴിയായിട്ട് കുറച്ചും കൂടി കൊണ്ട് പോവാം. ഓക്കെ, ഇത്ര മതിയാന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു റിവർ വരുന്നുണ്ട്. സോ റിവറിനുള്ള സ്പേസ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ എന്തായാലും ഇവിടെ ആയിക്കൊണ്ട് നമുക്ക് മെലൺ ഫാമും പംകിൻ ഫാമും ഉണ്ടാക്കണം. സോ അതിനാദ്യം നമ്മുടെ ഡേർട്ട് കയ്യിലെടുത്ത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഒന്ന് വെക്കാം. ഇവിടെ നേരെ അങ്ങോട്ട് 10 ആക്കി വെക്കുക എന്നുള്ളതാണ്. സോ 1 2 3 4 5 6 7 8 മതി. 2 ഇങ്ങോട്ട് വെക്കാം. 9 10. സോ ഇതുപോലെ 10 ഈ സൈഡിൽ വെക്കണം. 1 2 3 4 5 6 7 8 9 10. 10ാമത്തെ അവിടെ. ഇനി ഒരു ബ്ലോക്ക് ക്യാപ്പ് ഇട്ടുകൊണ്ട് ഇവിടുത്തെ 2 ബ്ലോക്കിലും ഇതുപോലെ 10 വെക്കാം. സോ ഇവിടെ 10 വെച്ച ശേഷം ഞാൻ നിങ്ങൾക്ക് എന്തായാലും അപ്ഡേറ്റ് തരാം. സോ നമ്മളങ്ങനെ ബ്ലോക്കൊക്കെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ ഇവിടെ ആയിക്കൊണ്ട് ഒരു ചെസ്റ്റും അതുപോലെ തന്നെ അപ്പുറത്തും ഒരു ചെസ്റ്റ് വെക്കുക. സോ അതിന് ശേഷം ഇനി ഇതിൽ വാട്ടറിൽ ഇവിടെ വാട്ടർ ആഡ് ചെയ്യണം. സോ അതിനതിൽ സെൻറ്ററിലൊന്ന് ആഡ് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ട് 2ാമത്തെ ആഡ് ചെയ്യുക. ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ഓക്കെ ഇത് ഫുള്ളും വാട്ടർ ഫില്ല് ചെയ്യാം. ഇവിടെ നിന്ന് ഒന്നും കൂടി എടുക്കുക. പിന്നെ ഇപ്പുറത്തേക്ക് വരാം. ഇവിടെ നിന്ന് പിന്നെ അതിൻ്റെ തലക്ക് ഉള്ളിൽ ഒന്നും കൂടി വെച്ചാൽ ഓക്കെ ഇവിടെ ഫുള്ളും വാട്ടർ ആയിട്ടുണ്ട്. സോ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഇതിൻ്റെ ഫില്ലർ കെട്ടാം. സോ അതിന് ജംഗിൾ വുഡ് എടുത്തുകൊണ്ട് ഈ ചെസ്റ്റിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു 2 ഹൈറ്റിൽ ഫില്ലർ കെട്ടുക. അതുപോലെ അപ്പുറത്തും 1 2. സോ ഇതുപോലെ തന്നെ അപ്പുറത്തും 2 ഫില്ലർ കെട്ടാം. സോ അതുകൊണ്ട് ഇതിനോട് 1 2 1 2. ഓക്കെ, ഇനി നമുക്ക് എന്താക്കുക, ഇതൊന്ന് ടിൽറ്റ് ചെയ്യണം. ഫാം ലാൻഡ് ടിൽറ്റ് ചെയ്യണം. ഇതിന് നമ്മുടെ ടൂൾസ് ബോക്സിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. സ്റ്റോറേജിൽ പോയിക്കൊണ്ട് ഓക്കെ അവിടെ ഉണ്ട്. അതെടുത്ത് നമുക്ക് എന്താക്കാം, പംകിൻ ഫാം നടാനും മെലൺ ഫാം നടാനുള്ള സ്ഥലത്ത് ടിൽറ്റ് ചെയ്യാം. സോ മെലൻ്റെ സീഡ് കണ്ടില്ല, പംകിൻ്റെ സീഡ് കിട്ടി. സോ മെലൻ്റെ സീഡ് ഇട്ടാൽ അതാ അപ്പുറത്ത് നമ്മൾ പംകിനും മെലനും ഓൾറെഡി നട്ടിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നിന്ന് 2 മെലൻ മുറിച്ചാൽ നമുക്ക് 10 സീഡ് കിട്ടും തോന്നുന്നുണ്ട്. 1 2 ഓക്കെ 10 കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും ഫാം ലാൻഡിൽ എത്തിയിട്ട് നമുക്കിവിടെ നടാം. ഇവിടുത്തെ വീറ്റൊക്കെ വളർന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പൊട്ടിച്ച് നടാം. ആദ്യം ഇവിടെ നമ്മൾ മെലനും പംകിനും നടട്ടെ. സോ ഇവിടുത്തെ 10 ബ്ലോക്ക് ആദ്യം ഫാം ലാൻഡ് ആക്കുക. അതുപോലെ അപ്പുറത്ത് 10 ബ്ലോക്കും ടിൽറ്റ് ചെയ്തുകൊണ്ട് ഫാം ലാൻഡ് ആക്കിയിട്ട് ഓക്കെ അപ്പുറത്ത് നമുക്ക് മെലൺ നടാം. സോ ആദ്യം മെലൺ സീഡാക്കട്ടെ. 10 സീഡ് കിട്ടിയിട്ടുണ്ട്. സോ ഇനി ഇവിടെ നമുക്ക് മെലൺ സീഡ് നടാം. ഓക്കെ, പിന്നെ 10 നട്ടിട്ടുണ്ട്. അതുപോലെ അപ്പുറത്ത് നമുക്ക് പംകിൻ്റെ സീഡും 10 നടാനുണ്ട്. ചാടിപ്പോയതാണ്. ഓക്കെ, പംകിൻ്റെ സീഡും ഇവിടെ 10 നടാം.
സോ ഇനി ഇതിൻ്റെ മേലെ എന്താ നമ്മൾ ഇപ്പോൾ ചാടിയപ്പോൾ ഫാം ലാൻഡ് പൊട്ടിയല്ലോ, അതുപോലെ ഇനിയും വരണ്ട വെച്ചിട്ട് ഇതിൻ്റെ തൊട്ട് മേലെ നമുക്ക് ട്രാപ്പ് ഡോർ വെക്കാം. ഇതിൻ്റെ മേലെ തൊട്ട് മേലെ വെച്ചുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ അതാ വന്നിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ നേരെ നോക്കിയാണ്ട് ഇതിനെ ഫുള്ളും എന്താക്കുക ഇതുപോലെ ട്രാപ്പ് ഡോർ വെക്കാം. അതുപോലെ തന്നെ അപ്പുറത്തും വെക്കണം. സോ ഇതാ അപ്പോൾ ഇതും കൂടി വെച്ചാൽ നമ്മുടെ ട്രാപ്പ് ഡോർ ഫുള്ളാണ് റെഡി ആയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഒരു ടെമ്പററി ബ്ലോക്ക് വെച്ച് അതിൻ്റെ മേലെ കയറിക്കാണ്ട് എന്താക്കാം, ഇത് നമ്മുടെ ഫെൻസ് ഇതാ ഇവിടെ ഇങ്ങനെ വെക്കാം. ഇതിൻ്റെ മേലെ കയറി വെക്കാം, അതായിരിക്കും എളുപ്പം. സോ ഓക്കെ, അങ്ങനെ ബാക്കി ഉള്ള ഫെൻസ് ഫുള്ളും ഇതിൻ്റെ ചുറ്റും വെക്കുക. ഇത് ശ്രുതി പറഞ്ഞ പോലെ അപ്പുറത്തുള്ളത് കാണാൻ വേണ്ടിയാണ്. സോ ഈ അറ്റം വരെ വെച്ച് ഓക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇനി എന്താക്കുക, നമ്മുടെ ആ ടെമ്പററി ബ്ലോക്ക് നമുക്ക് പൊട്ടിച്ച് മാറ്റാം. ഓക്കെ, അപ്പോൾ അത് പൊട്ടിക്കാൻ പറ്റിയ ഒന്നും കൂടി വെക്കുക. അതിന് മേലെ ഒരു ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് ഇതാ ഓക്കിൻ്റെ ലോക്ക് ഇതാ ഇതിങ്ങനെ ഇതുപോലെ കമ്മിത്തിക്കൊണ്ട് ഇതിൻ്റെ മേലെ ഫുള്ള് വെക്കാം. സോ ഓക്കെ, അങ്ങനെ ഇവിടുത്തെ പണി ഫുള്ളായിട്ടുണ്ട്. ഇനി താഴെ ഇറങ്ങിക്കൊണ്ട് 2 സ്റ്റെപ്പ് രണ്ടെണ്ണം കയ്യിലെടുക്കുക. ഒന്നത് അതിൻ്റെ താഴെയും രണ്ടാമത്തെ അതിൻ്റെ താഴെ വെക്കുക. സോ ഇതുപോലെ തന്നെ 2 സ്റ്റെപ്പ് അപ്പുറത്ത് വെക്കണം. പിന്നെ മിസ് ക്ലിക്ക് ചെയ്തു. അതാ ഇവിടുത്തെ ടെമ്പററി ബ്ലോക്ക് ആദ്യം നമുക്ക് മാറ്റാം. സോ ഒരു സ്റ്റെപ്പ് നേരെ ഇതിൻ്റെ താഴെ വെക്കാം. ആ സ്റ്റെപ്പിൻ്റെ താഴെ അടുത്ത സ്റ്റെപ്പ് വെക്കാം. ഓക്കെ, ഇവിടുത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി ഇവിടെ മെലനും പംകിൻ ഉണ്ടാകുമ്പോൾ നമുക്ക് വെട്ടെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ വെച്ച ചെസ്റ്റിൻ്റെ നേരെ താഴെ ഒരു 2 ഐറ്റം ഫ്രെയിം കൂടി വെക്കാനുള്ളൂ. സോ നമ്മുടെ സ്റ്റോറേജ് റൂമൊക്കെ അതിൽ പോവാം. അതിൽ പോയിക്കൊണ്ട് 2 ഐറ്റം ഫ്രെയിം ക്രാഫ്റ്റ് ചെയ്ത് കണ്ട് അതിൻ്റെ താഴെ വെക്കാം. സോ ഞാൻ ഇവിടെ വന്നു, പക്ഷെ പറയാൻ മറന്നു, ഇവിടെ ഫുള്ളും ഐറ്റം ഫ്രെയിമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുണ്ടല്ലോ ഒരു മഷ്റൂം ഐലൻഡ്, ശ്രുതി കാണിച്ചിരുന്നല്ലോ. സോ അങ്ങോട്ട് ഞാൻ പോയിക്കൊണ്ട് അവിടുത്തെ മഷ്റൂം കോവിനൊക്കെ കൊന്നുകാണ്ട് കിട്ടിയതാണ്. അതിൻ്റെ ലെതർ വെച്ചുണ്ടാക്കിയതാണ് ഇവിടുത്തെ ഫുള്ള് ഐറ്റം ഫ്രെയിമും. സോ അതുപോലെ തന്നെ നമ്മുടെ മൈനിങ് ഏരിയ ഞാൻ അതുവരെ മൈൻ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള 2 ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാം. അതിന് 2 ലെതർ ആദ്യം ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 2 ലെതർ എടുത്ത് 2 ഐറ്റം ഫ്രെയിമും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്കിത് അവിടെ പോയി തൂക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്നിതാ ഇതിൻ്റെ ചോട്ടും മറ്റേത് നമുക്ക് മറ്റേ ചെസ്റ്റിൻ്റെ ചോട്ടും ഒന്നിതാ ഇവിടെയും വെച്ചാൽ ഓക്കെ. ഇവിടുത്തെ പണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതുവരെ മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. സോ അടുത്തൊരു മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.